കരയിന്ന് നമുക്ക് നമ്മളെ കോഴിയിറച്ചി വറക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ചേന വേവിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വറക്കുന്നതെന്ന് അതും ഒന്ന് നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാം. അപ്പം വീഡിയോയിലോട്ട് പോവാം. കോഴിയിറച്ചി കൊച്ചു കൊച്ചു കഷ്ണമാക്കി നമ്മളെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളെ ഇറച്ചി മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി വറുത്തത്, മല്ലിപ്പൊടിയും കൂടെ വറുത്തതും കൂടി ഇട്ട്, പെരിഞ്ജീരകവും കൂടി ഇട്ട്, പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ മൂപ്പിച്ച് ഇതെല്ലാം കൂടെ മസാലയെല്ലാം കൂടി ഇറച്ചിയെ പുരട്ടിയാണ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ അരിയത്ത് ഇതിൻ്റെ ഇച്ചിരി കരിയാപ്പില ഞാൻ ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിപ്പം വേറൊരു കാര്യം ഇടാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആദ്യം കരിയാപ്പില ഇട്ട് മൂപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചേന വേവിച്ച് വെച്ചിരുന്നു. അതിനകത്തായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായി അതൊന്ന് പുരട്ടിയിട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഇറച്ചി ഞാൻ പറഞ്ഞില്ല, പിന്നെ എല്ലാം കണ്ടിച്ച് വെച്ചേക്കുമായിരുന്നു. അത് നമ്മൾ ഒന്നുകൂടെ എടുത്ത് കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മളെ പിന്നെ എല്ലാം അതിലൂടെ ഇച്ചിരി നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് നമ്മൾ പിന്നെ കാണിക്കും. അപ്പം നമ്മളിത് ചേന ഇത് ഇറച്ചി വറുത്തത് രണ്ടും കൂടെ ഓരോ ഗ്യാസിലോട്ട് ഇങ്ങനെ വെച്ച്. അപ്പം നമുക്ക് വൈകിട്ടാണ് എടുത്തത്. അപ്പം നമുക്ക് ഇന്ന് റൊട്ടിയുടെ കൂടെ ഇതും കഴിക്കും. നല്ല തണുപ്പാണ് ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയ്ക്ക്. നല്ല ഗരം ചപ്പാത്തി ഉണ്ടാക്കി ഈ ഇറച്ചി വറുത്തതും ചേന മെഴുക്ക് വരട്ടിയും കൂട്ടി നമുക്ക് വൈകിട്ട് കഴിക്കാൻ. അതാണ് നമുക്കിന്ന് ആട്ടാൻ. അപ്പോൾ ഈ ഇറച്ചി ഇതിനകത്തൊന്ന് കിടന്ന് നന്നായിട്ട് വേവും. അപ്പം നമ്മുടെ ചേന മെഴുക്ക് വരട്ടി എല്ലാം നമ്മൾ വേവിച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ചേന മെഴുക്ക് വരട്ടി എല്ലാം റെഡിയായി. ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിയെല്ലാം റെഡിയായി മൂത്തിട്ടുണ്ട്, നല്ലോണം മൂത്തു. ഇനി നമുക്ക് ഇതിൻ്റെയും ഗ്യാസ് തീ അങ്ങ് കെടുത്തിയേക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതിങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ചേനയ്ക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങളിങ്ങനെ വേവിച്ചിട്ട് ചേനയൊന്ന് ഈ മസാലയൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കിയാൽ നല്ല രുചിയാണ് നമുക്ക് റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കാണുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.